വാട്ട് ആ മൂവി മാൻ. യജാതി പടം, സൂപ്പർ സാധനം കേട്ടോ, ഒരു രക്ഷയിലാട്ടോ. സംഭവം ഇറുക്ക് എന്ന് ആസിഫ് അലി പറഞ്ഞതുപോലെ ഇതിൽ സംഭവം ഇറുക്ക്. നമ്മൾ കാണാത്തൊരു ലോകം നമുക്ക് തരികയാണ് ഈ സിനിമയിൽ കൂടെ. ഒരു ത്രൂ ഔട്ട് മിസ്റ്ററി കൊണ്ടുപോകുന്ന ചെറിയൊരു പ്ലോട്ടിങ് തുടങ്ങിയിട്ട് പിന്നെ നിങ്ങൾ ഡെവലപ്പ് ചെയ്ത് എൻഗേജ് ചെയ്ത് അവസാനം വരെ കൊണ്ടുപോകുന്നൊരു സിനിമയാണ്. ആൻഡ് ഇതിൽ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നതിൻ്റെ ആ ഒരു ആൾട്ടർനേറ്റ് ഹിസ്റ്ററി തീമാണ്. ഈ ഓൾട്ടർനേറ്റീവ് ഹിസ്റ്ററി, ഇതര ചരിത്രം, അത് നമുക്കറിയാം. ഒരു സംഭവം നടന്നിട്ടുണ്ട്. നമ്മൾ ഇത്രയും നാൾ കൺസീവ് ചെയ്തിട്ടുള്ള, പെർസീവ് ചെയ്തിട്ടുള്ള ആ ഒരു കോണ്ടെക്സ്റ്റിനെ, ആ ഒരു സിനാരിയെ മൊത്തം അതിനെ അപനിർമ്മിച്ചിട്ട് നമുക്ക് തരുന്നത് ഇങ്ങനെയൊക്കെ അവിടെ നടന്നിട്ടുണ്ടെന്നുള്ള ഒരു വെളിപാട് നമുക്ക് ഉണ്ടാവുകയാണ്. അപ്പോൾ കിട്ടുന്ന ഒരു കിക്കുണ്ട്, അതിൻ്റെ ഒരു ബ്യൂട്ടി ഉണ്ട്. അതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ഹൈ എന്ന് പറയുന്നത്. നമുക്കൊക്കെ അറിയാൻ ഇൻട്രസ്റ്റ് ഉള്ള സിനിമയുടെ പിന്നണി കഥകളൊക്കെ ഉണ്ടല്ലോ, അതുപോലുള്ള കുറേ കാര്യങ്ങളെയൊക്കെ കൃത്യമായി ബാലൻസ് ചെയ്തുകൊണ്ട് ഓഡിയോ വിഷ്വൽ സൈഡൊക്കെ പ്രത്യേകം എടുത്ത് തന്നെ പറയണം. ഡയറക്ടറിൻ്റെ പേര് എടുത്തു തന്നെ പറയണം, ജോഫിൻ ടി ചാക്കോ. എന്നോ നടന്ന ഒരു സിനിമയുടെ സെറ്റിലോട്ട് നമ്മളെ അവിടെ എത്തിക്കുക എന്ന് പറയുന്നത് അതൊരു വല്ലാത്ത കഴിവാണ്. അത് ഭയങ്കര രസമായിരുന്നു. അത് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ നൽകിയിട്ടുള്ള ഒരു നെറേറ്റീവ് സ്റ്റൈല്, ലേയേഴ്സ് ആയിരുന്നു ഈ സിനിമയിൽ ഉണ്ടായിരുന്നത്. എന്തെങ്കിലും ഒരു നെഗറ്റീവ് സിനിമക്ക് ഉണ്ടോ? പക്ഷേ ത്രൂ ഔട്ട് ദി ഫിലിമിൽ എനിക്കൊരു സെക്കൻഡ് ഹാഫിൽ ഒരു മിഡ് പോർഷനൊക്കെ എത്തിയപ്പോൾ ഈ സിനിമ നിർത്താൻ സമയം എന്നൊക്കെ ചില സമയത്ത് തോന്നിപ്പോയി. ഇതിൽ അനശ്വരയുടെ ക്യാരക്ടറും അതുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ബാക്ക് സ്റ്റോറി ഉണ്ട്. സിനിമാ മോഹിയായിട്ടുള്ള ഒരു പെൺകുട്ടി, അവളുടെ സ്വപ്നങ്ങൾ, ആഗ്രഹങ്ങൾ, ഇത് ഡെവലപ്പായി വരുന്നത്. പക്ഷെ ആ രംഗങ്ങളിൽ ഒന്നും തന്നെ യാതൊരു തരത്തിലൊരു ഇമോഷണൽ കണക്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നില്ല. അനശ്വര വിൻറ്റേജ് കഥാപാത്രങ്ങൾ ചെയ്യുന്നതിൽ അനശ്വര ഭയങ്കര സ്യൂട്ടബിൾ ആണ്. ഈ സിനിമയിൽ മമ്മൂക്കയെ, ദ റിയൽ മമ്മൂക്കയെ പോർട്രേ ചെയ്തിരിക്കുന്ന രീതി, അദ്ദേഹത്തിൻ്റെ പ്രസൻസ് ഉടനീളം ഫീൽ ചെയ്യിപ്പിച്ചിരിക്കുന്ന രീതി, AI യൂസ് ചെയ്തിരിക്കുന്ന രീതി, AI ഇത്രയും മനോഹരമായിട്ട് യൂസ് ചെയ്തൊരു സിനിമ, അത് ഇത്രയും വലിയ ബജറ്റുള്ള സിനിമയൊന്നുമല്ല. എന്നിട്ടും അതവർ ഇൻകോർപ്പറേറ്റ് ചെയ്ത് ആ മമ്മൂക്കയുടെ പ്രസൻസ് ഫീൽ ചെയ്യിപ്പിച്ചിട്ട് എന്നാ ലുക്ക്, അതൊക്കെ ഭയങ്കരമായിരുന്നു. ആ ഒരു ഇമോഷണൽ കണക്ഷൻ വിത്ത് മമ്മൂട്ടി ഓൾസോ ഇസ് ദർ. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ആസിഫ് അലി. ഈ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ മാനസിക വ്യാപാരങ്ങൾ, അതൊക്കെ ആസിഫ് ഈസിലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് നമ്മളായിട്ട്. അങ്ങനെ ഒരു നടനെന്ന നിലയ്ക്ക് ഗംഭീര പെർഫോമൻസും നല്ല രീതിയിൽ വിജയിക്കുന്ന സിനിമകൾ അദ്ദേഹം ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്ലൈമാക്സ് 100% പ്രഡിക്റ്റബിലിറ്റി ഉണ്ട്. പക്ഷേ പ്രഡിക്റ്റബിലിറ്റി ഒരു വിഷയമേ അല്ല, കാരണം വില്ലൻ ആരാണെന്ന് നമുക്ക് ആദ്യമേ അറിയാം. പക്ഷേ അതിലേക്ക് എത്തുന്ന ആ ഒരു യാത്രയുണ്ടല്ലോ, ആ ഒരു ഇമോഷണൽ, ആ ഇൻവെസ്റ്റിഗേറ്റീവ് ജേണി, അത് സാറ്റിസ്ഫാക്ടറിയാണ്, വളരെ സംതൃപ്തി നൽകുന്ന ഒന്നാണ്. എൻ്റെ ഇത്രയും ഭാഗം സിനിമയിലുണ്ട്, വേണമെങ്കിൽ പോയി കണ്ടോളൂ.